ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ മസാല കുഴിച്ചിട്ട് കൊടുക്കുന്ന ബിരിയാണിയാണ് ഇന്നുണ്ടാക്കുന്നത്. അതിന് രണ്ടര കിലോ അരി വെച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിന് 1 കിലോ സവാളയും 350 ഗ്രാം തക്കാളിയും ആണ്. ഞങ്ങൾ ബിരിയാണിയിൽ മസാല കുറച്ച് കഴിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് സവാളയും തക്കാളിയും കുറച്ചിടുന്നത്. മസാല കൂടുതൽ കഴിക്കുന്നവർക്ക് കൂടുതൽ തക്കാളിയും സവാളയും കൂട്ടി കൊടുക്കാം. ഇനി സമയത്തിനനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുന്നതാണ് കാണാം. പിന്നെ ഒരു ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ച് അതിൽ സവാള വഴറ്റി എടുത്തിട്ടുണ്ട്. അത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ആ നെയ്യും എണ്ണയും ഉള്ളതിലേക്ക് 1 കപ്പിന് 2 കപ്പ് എന്ന നിരക്കിൽ, 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന നിരക്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും അപ്പുറത്തെ സ്റ്റൗവിൽ മസാല തയ്യാറാക്കാനുള്ള ഉരുളി വെച്ച് കൊടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബ്രൗൺ കളറായ സവാളയൊക്കെ നമുക്ക് കോരി മാറ്റാം. അതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി നെയ്യിൽ വറുത്ത് നമ്മൾ കോരും. ആ കോരിയെടുത്ത ബാക്കി സവാളയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഉരുളിയിൽ വഴറ്റാൻ വെച്ച സവാളയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. അത് വേഗം വഴറ്റി കിട്ടുന്നതിന് വേണ്ടി ഒരല്പം ഉപ്പുപൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള ഇറച്ചി നമ്മൾ ആദ്യം മഞ്ഞളും ഉപ്പും ഇട്ട് കുക്കറിൽ വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഉരുളിയിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടപ്പം അടി പിടിച്ചതൊക്കെ ആ തക്കാളി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുമ്പോൾ അത് അടർന്നു പോരും. പിടിച്ചതൊക്കെ പിടിപ്പ് വിട്ടുപോരും. ഇനി അതിലേക്ക് വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലി ബിരിയാണിയിലേക്ക് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയിലേക്ക് ആവശ്യമായത് ചേർത്ത് കൊടുത്താൽ മതി. ഇറച്ചിയിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്താണ് വേവിച്ച് വെച്ചത്. ഇനി അതിലേക്ക് പെരുംജീരകപ്പൊടി കുറച്ച് തോനെ ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂണെങ്കിലും. പിന്നെ നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലും, കുറച്ച് വേണ്ടവർക്ക് കുറച്ചും ചേർത്ത് കൊടുക്കാം. പിന്നെന്തൊക്കെയാ, എല്ലാവരും വർത്താനം? പെരുന്നാളൊക്കെ കഴിഞ്ഞ് സുഖമായിരിക്കണു അല്ലേ എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി ആ മസാലയൊക്കെ നന്നായി വഴണ്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ ബിരിയാണി പോട്ടിലേക്ക് ഒഴിച്ച വെള്ളത്തിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ചോറിലേക്കുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയിലേക്ക് ഗരം മസാല നമ്മൾ പൊടിച്ചത് ഇട്ട് കൊടുക്കും. പിന്നെ വേറെ എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അതിനായി ദുആ ചെയ്യുന്നു. ഈ മസാലയ്ക്കിപ്പോൾ ഏകദേശം മസാലൻ്റെ പച്ചമണമൊക്കെ പോയി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് റെഡിയായി കിട്ടിയാൽ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായി തക്കാളിയൊക്കെ ഉടഞ്ഞു വരട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ചേർക്കാനുള്ള സാധനങ്ങൾ, തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
തൈര് പുളിക്കനുസരിച്ച് തൈരും ലെമൺ ജ്യൂസും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമായ 2 ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ മരുമോളാണ് ഇതിനൊക്കെ ഹെൽപ്പ്. ഇന്ന് മരുമോളാണ് ബിരിയാണി വെക്കണത്. ഞാൻ ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഓള് ആണ് എൻ്റെ ബിരിയാണിയാണെന്നാണ് എന്ന് പറഞ്ഞ് അവളാണ് എൻ്റെ ബിരിയാണിയുടെ ടേസ്റ്റും വേണ്ട അറിയാം, ഇന്ന് ഉമ്മ വെക്കണ്ട ഞാൻ വെക്കാന്നൊക്കെ പറഞ്ഞ ഓളും ആണ് കൂടെ കൂടുന്നത്. അവൾക്കൊരു ആഗ്രഹമാണ് ഓള് വെച്ച ബിരിയാണി മറ്റുള്ളവർ ടേസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് മല്ലിച്ചപ്പും പുതിന ഇലയും കുറച്ചിട്ട് കൊടുക്കാം, കുറച്ച് പിന്നീടും ഇട്ട് കൊടുക്കും. ആവശ്യമായ മല്ലിച്ചപ്പും പുതിനയും മസാലയിലേക്ക് ആവശ്യമായത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വേവിച്ച് കുക്കറിൽ വിസിലടിച്ച് വെച്ച വെന്ത ഇറച്ചി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം നമുക്കതിൽ വേവിക്കാൻ വെക്കാം. ഇറച്ചി വെന്തിട്ടുണ്ട്, പക്ഷെ ആ മസാലകളൊക്കെ ആ കഷ്ണത്തുമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് വെച്ച് കൊടുക്കാം. അതിനായി വെയിറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴേക്കും ബിരിയാണി പോട്ടിൽ വെച്ച് കൊടുത്ത വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും ഒരൽപ്പം സുർക്കയും 2 മുറി ചെറുനാരങ്ങയുടെ തൊണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കഴുകി വെള്ളം വാരാൻ വെച്ച റൈസ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി അതിലേക്ക് തട്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ടാൽ ഉടനെ തന്നെ നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരി കട്ട പിടിക്കും. കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു വൃത്തി ഉണ്ടാവില്ല. അരി തിളച്ച വെള്ളത്തിലിട്ട് പകുതി വേവിന് ഊറ്റിയെടുത്ത് ബിരിയാണി വെക്കുന്നവരും ഉണ്ട്. ഞാനിങ്ങനെയാണ് വെക്കാറ്. ഞങ്ങൾക്ക് മയമുള്ള ബിരിയാണിയായി കിട്ടുന്നത് റൈസ് മയമുള്ളത് ആയി കിട്ടുന്നത് ഇങ്ങനെ വെക്കുമ്പോഴാണ്. വെള്ളം തിളപ്പിച്ച് അതിലിട്ട് ഊറ്റിയെടുത്താൽ ടേസ്റ്റ് കുറവാണെന്ന് തോന്നുന്നു. ഇനി നന്നായി അത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കുറച്ചായിരുന്നു ചേർത്ത് കൊടുത്തത്. അപ്പോഴേക്കും റൈസിലെ വെള്ളം താന്നു വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം പറ്റി താന്നാൽ ആ ബിരിയാണി പോട്ടിന് അടിയിൽ സീറ്റ് വെച്ച് ദമ്മിടാൻ വെക്കണം. ഇപ്പോൾ നന്നായി കത്തി തിളക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ബിരിയാണി പോട്ടിന് അടിയിൽ സീറ്റ് വെച്ച് കൊടുക്കണം. സ്റ്റൗവിൽ വെച്ചത് കൊണ്ട് ഇപ്പോൾ ഈ മസാലയ്ക്ക് അരപ്പും മല്ലിച്ചപ്പും പുതിനയിലയും എല്ലാം പിടിച്ച് നന്നായി പാകമായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു ഫാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുത്ത് പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കാം. ആ കോരി വെച്ച സവാളയിലേക്ക് അത് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ബിരിയാണിയൊക്കെ പാകമായി വന്നിട്ടുണ്ട്. അതിലൊരു കുഴി കുഴിച്ചിട്ട് ആ മസാല മുഴുവനും ആ കുഴിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് എൻ്റെ മരുമോള് പേരിട്ടത് കുഴിച്ചിട്ട ബിരിയാണി എന്നാണ്.
നിങ്ങൾ എന്തു പേരാണ് പറയുന്നത് എന്ന് കമന്റ് ചെയ്താലും കമന്റ് ചെയ്യണേ. നിങ്ങൾ ഈ ബിരിയാണിക്ക് എന്താണ് പേര് പറയുന്നത് എന്ന് കമന്റ് ചെയ്യണേ. ഇനി ഞാൻ ഫുൾ മസാല അതിലേക്ക് കുഴിച്ച കുഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കോരി മാറ്റി വെച്ച റൈസ് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബിരിയാണിയുടെ വേവൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. പക്ഷെ ദമ്മിടണം. സീറ്റ് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ബിരിയാണി പോട്ടിൻ്റെ. ഞാൻ കോരി വെച്ച സവാളയും വറുത്ത് കോരി അണ്ടിപ്പരിപ്പ് മുന്തിരിയും എല്ലാം അതിലേക്ക് നമുക്കതിൻ്റെ മീതെ വിതറി കൊടുക്കാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൈകൊണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ബിരിയാണി റെഡി ആയി വന്നിട്ടുണ്ട്. വീണ്ടും ഒരു വീഡിയോയുമായി വരാം.